ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫുള്ളൊരു ദിവസമായിരുന്നു. ഇന്ന് എന്ത് ചെയ്യാനാ, എന്താ പ്ലാൻ എന്ന് പറഞ്ഞിരുന്നപ്പം ആൻ്റപ്പം പറഞ്ഞു നമുക്കിന്ന് ഫോട്ടോ എടുക്കാൻ പോയാലോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ എവിടെ പോകും എന്നിങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് സണ്ണി പറഞ്ഞു ഇവിടെ അടിപൊളിയൊരു സ്ഥലമുണ്ട്. കള്ളത്തെണ്ടി ഞാൻ അങ്ങനെ അവനെയും തെറി വിളിച്ച് അവൻ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയി. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ചേട്ടാ എന്നും പറഞ്ഞാണ് അവൻ എന്നെ വിളിച്ചോട്ട് വന്നത്. വന്നപ്പോൾ തന്നെ എനിക്ക് സ്ഥലം ഇഷ്ടമായി കേട്ടോ. ഫ്രീസ്റ്റൺ ഷോർ ബോസ്റ്റൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3 മൈൽ പോയാൽ നമുക്ക് ഈ സ്ഥലത്തെത്താം. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊരു സ്ഥലം. ഫോട്ടോ എടുക്കാൻ വന്നതാണെന്ന് കൊണ്ടറിയില്ല, നല്ലൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടേ പോകൂ എന്ന് വിചാരിച്ച് വന്നതാണ്. ആൻ്റപ്പൻ വന്നപ്പോൾ തന്നെ ഫോട്ടോഗ്രാഫിക്ക് പോസ് ചെയ്യാൻ തുടങ്ങി. അവനൊരു ചാറ്റൽ മഴയും വിഷയമല്ല, അവന് ഫോട്ടോ വേണം എന്ന് തന്നെ പറഞ്ഞു ഞങ്ങൾ മുന്നോട്ട് പോയി. സണ്ണിയാണ് വഴികാട്ടി ഏതെങ്കിലും കാട്ടിക്കൊണ്ട് കയറ്റുമോ എന്ന് ഞങ്ങൾ പേടിച്ചു. ഒരു മിനിറ്റ് ഒന്നുകൂടെ അങ്ങനെ തന്നെ ഞാൻ എടുത്ത ഒരു ഫോട്ടോയും നിമ്മന് ഇഷ്ടമായില്ല. ഞാൻ തളരില്ല. ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ, പഠിക്കാനല്ലേ പറ്റും. നമ്മളിങ്ങനെ ഫോട്ടോ എടുത്ത് ഒരു നാൾ പഠിക്കും. പക്ഷെ അത് ഏത് നാളാണെന്ന് ചോദിച്ചാൽ എനിക്കും കറക്റ്റായിട്ട് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവും. മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കും എന്നാണല്ലോ എന്ന് പറയുന്ന കണക്ക് ഒരു നാൾ ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ചിലപ്പോൾ ഒരു പിക്ചർ നല്ല ഇമേജ് കിട്ടാൻ സാധ്യതയുണ്ട്. സണ്ണി നിമ്മി ആന്റണി സൂപ്പർ സ്ഥലമുള്ള ഫോട്ടോ എടുക്കാൻ പറ്റി. അങ്ങനെയല്ല ഞാൻ പറയാം, നിങ്ങൾ സംസാരിക്കേ. പക്ഷേ എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടമായി. ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റിയ സ്ഥലം, നല്ല സീനറി എല്ലാം ഉണ്ട്. ഇടവേള സമയങ്ങളിൽ ഒന്ന് ചില്ലാവാൻ പറ്റിയ ഒരു നല്ല ഇടം. കുറച്ച് നല്ല പിക്കുകൾ ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞു. ഭയങ്കര സമാധാനം. ഈ ബോസ്റ്റണിലുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും. കാര്യം നമുക്കൊന്ന് ചില്ലാവാൻ പറ്റിയൊരു സ്ഥലമാണ്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേയേറെ നല്ല ഫോട്ടോകൾ എടുക്കാൻ പറ്റും. ഈ ഒരു ടൈമിൽ കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു തണുപ്പുണ്ട്. ജാക്കറ്റ് എടുത്തില്ലെങ്കിൽ പണി പോകും. ഇടയ്ക്ക് ഞാൻ ബാഹുബലിയാവാൻ നോക്കി, എൻ്റെ നാട് പോടി. ഞാൻ വന്നപ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. കുറേ അപ്പച്ചന്മാർ ക്യാമറയും നല്ല സൂമിങ് ലെൻസുമായിട്ടൊക്കെ നടക്കുന്നത്. എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പക്ഷേ പിന്നെ എനിക്കത് മനസ്സിലായി, ഇതൊരു ദേശാടന പക്ഷികൾ വരുന്ന സ്ഥലമാണെന്ന്. അവർ പക്ഷികളെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അവരെ ശല്യം ചെയ്യാതെ ഞങ്ങൾ കടലും കപ്പലുമൊക്കെ നോക്കി സമയം ചെലവഴിച്ചു. നല്ലൊരു എന്നാ പറയുന്നത്, കടലിലൂടെ കപ്പലൊക്കെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം കപ്പലും നോക്കിയിരുന്നു. അങ്ങനെ സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ അടുത്ത് ഏറ്റവും നല്ലൊരു സ്ഥലങ്ങളിൽ ഒന്നാണിത്.